ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് നമ്മൾ നോക്കാനുള്ളത് ദ പ്രോസസ് ഓഫ് റിസ്ക് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് റിസ്ക് മാനേജ്മെൻറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുള്ളത് റിസ്ക് മാനേജ്മെൻറ്റ് ഇഷ്യൂസ്, ബിസിനസ്സിലുണ്ടാകുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്നാണ്. ഇനി അതെങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻസ്. ഫസ്റ്റ് പറയുന്നത് റിസ്ക് ഐഡൻറ്റിഫിക്കേഷൻ. എപ്പോഴും ഒരു റിസ്ക് മാനേജ്മെൻറ്റ് നടത്തുമ്പോൾ റിസ്ക് മാനേജർ എന്തൊക്കെ റിസ്ക്കുകളാണുള്ളതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യലാണ് റിസ്ക് മാനേജറുടെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. വെദർ ഇറ്റ് മേ ബി ഹ്യൂമൺ ആയിരിക്കാം, ഫിനാൻഷ്യൽ ആയിരിക്കാം, അതുപോലെ തന്നെ മെറ്റീരിയൽ ഓർ എൻവയോൺമെൻറ്റൽ ആയിരിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിലുള്ള മെത്തേഡുകൾ യൂസ് ചെയ്തിട്ടാണ് ഒരു മാനേജർ ഇങ്ങനത്തെ റിസ്ക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ചിലപ്പോൾ റെഗുലർ മീറ്റിംഗ് വയ്ക്കുക, ലൈൻ മാനേജേഴ്സായിട്ടോ അല്ലെങ്കിൽ സൂപ്പർവൈസറായിട്ടോ റെഗുലർ മീറ്റിംഗ് വയ്ക്കും. ചിലപ്പോൾ ഒരു സൈറ്റിൽ പോയിട്ട് ഇൻസ്പെക്ഷൻസ് നടത്തും, അല്ലെങ്കിൽ പല രീതിയിലുള്ള സർവേകൾ, പല മീറ്റിങ്ങുകൾ, അതുപോലെ പല റിട്ടേൺ കോൺട്രാക്ട്സുകൾ, പല റിപ്പോർട്ടുകൾ, ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ അനലൈസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു കമ്മിറ്റി മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി ലോസ് പ്രിവെൻഷൻ റിപ്പോർട്ട് നോക്കിയിട്ട്, അല്ലെങ്കിൽ പല രീതിയിലുള്ള ഓപ്പറേഷണൽ ഡെവലപ്മെൻറ്റ്സിൻ്റെ അവയർനെസ് ഒക്കെ നോക്കിയിട്ട് അങ്ങനെ പല രീതിയിൽ ഒരു റിസ്ക് മാനേജർ റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് റിസ്ക് എന്താണ്, ഐഡൻറ്റിഫിക്കേഷനാണ്. ദെൻ സെക്കൻഡ് പറയുന്നത് റിസ്ക് മെഷർമെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ. ദ സെക്കൻഡ് സ്റ്റെപ്പ് ഇൻ ദ റിസ്ക് മാനേജ്മെൻറ്റ് പ്രോസസ് ഈസ് ഇവാലുവേഷൻ ഓഫ് ദ റിസ്ക്. ഇപ്പോൾ നമ്മൾ ഒരുപാട് റിസ്ക് ഉണ്ട്, പല രീതിയിലുള്ള റിസ്ക്കുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ പറയുന്നത് ഈ റിസ്ക്കുകൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ റിസ്ക്കുകൾ പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്യുവർ റിസ്ക്കും ഒന്ന് ഫിനാൻഷ്യൽ റിസ്ക്കും. എന്തൊക്കെയാണ് പ്യുവർ റിസ്ക് ആൻഡ് ഫിനാൻഷ്യൽ റിസ്ക്? പ്യുവർ റിസ്ക് എന്ന് പറഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി ഇൻഷുർഡ്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു ടു പ്രോപ്പർട്ടി റിസ്ക് ആൻഡ് ലീഗൽ ലയബിലിറ്റി റിസ്ക്. അപ്പോൾ നമുക്ക് ഇൻഷുർ ചെയ്യാൻ പറ്റുന്ന റിസ്കിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്യുവർ റിസ്ക് എന്ന് പറയുന്നത്. അതുതന്നെ പ്രധാനമായിട്ട് വീണ്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, പ്രോപ്പർട്ടി റിസ്ക് എന്നും ലീഗൽ ലയബിലിറ്റി റിസ്ക് എന്നും. പ്രോപ്പർട്ടി റിസ്ക് എന്ന് പറഞ്ഞാൽ റിസ്ക് അറൈസിങ് ഔട്ട് ഓഫ് നാച്ചുറൽ കലാമിറ്റീസ് ആൻഡ് ആക്സിഡൻറ്റ്സ്. ഇപ്പോൾ എന്തെങ്കിലും സ്വാഭാവികമായിട്ടുള്ള നാച്ചുറൽ കലാമിറ്റി, ഫ്ലഡ്, അങ്ങനെയുള്ള എന്തെങ്കിലും കലാമിറ്റി കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ്സ് കൊണ്ടോ ഉണ്ടാകുന്നതാണ് പ്രോപ്പർട്ടി റിസ്ക്. ഇനി ലീഗൽ ലയബിലിറ്റി റിസ്ക് എന്ന് പറഞ്ഞാൽ റിസ്ക് അറൈസിങ് ഔട്ട് ഓഫ് ലീഗൽ ഒബ്ലിഗേഷൻ, എന്തെങ്കിലും നിയമപരമായ കാര്യങ്ങൾ കൊണ്ടോ ഉണ്ടാകുന്ന റിസ്ക്കുകൾ. അത് രണ്ടും എന്താണ്, പ്യുവർ റിസ്ക് ആണ്. ഇനി രണ്ടാമത്തെ റിസ്ക് എന്ന് പറയുന്നത് എന്താണ്, ഫിനാൻഷ്യൽ റിസ്ക്. ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറഞ്ഞാൽ ദ റിസ്ക് ദാറ്റ് കനോട്ട് ബി ഇൻഷുർഡ്. ഇൻഷുർ ചെയ്യാൻ പറ്റാത്ത റിസ്ക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഫിനാൻഷ്യൽ റിസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഏതൊക്കെ രീതി റിസ്ക് വരുമ്പോൾ അത് ഏത് കാറ്റഗറിയിൽ പെടും എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് റിസ്ക് മാനേജറുടെ സെക്കൻഡ് ഡ്യൂട്ടി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു റിസ്ക്കുകൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന പല മെത്തേഡുകളാണ് റേഞ്ച്, മീൻ ഡീവിയേഷൻ, വാരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് വാരിയൻസ് എക്സെട്ര. ഇനി തേർഡ് സ്റ്റെപ്പ് പറയുന്നതാണ് റിസ്ക് കൺട്രോൾ. റിസ്ക് കൺട്രോൾ എന്ന് പറയുന്നത് എയ്തർ ബൈ വേ ഓഫ് ഡിഫ്യൂഷൻ ഓർ ബൈ മീൻസ് ഓഫ് ട്രാൻസ്ഫർ. ചിലപ്പോൾ നമ്മൾ ആ റിസ്ക് ഡിഫ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഒഴിവാക്കുക, അല്ലെങ്കിൽ ആ റിസ്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, റിസ്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഏതെങ്കിലും കോൺട്രാക്ടൽ അഗ്രിമെൻറ്റിൽ ഏതെങ്കിലും ക്ലോസുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്ലോസുകളുടെ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തിയിട്ട് നമുക്ക് ഡിഫ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ള റിസ്ക്കുകൾ നമ്മൾ വേറെ ആർക്കെങ്കിലും ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാം. ട്രാൻസ്ഫർ ഓഫ് റിസ്ക് എന്ന് പറഞ്ഞാൽ ദ ട്രാൻസ്ഫറി അഗ്രീസ് ടു അണ്ടർടേക്ക് റിസ്ക് ദാറ്റ് ദ ട്രാൻസ്ഫർ ഡിസൈഡ്സ് ടു എസ്കേപ്പ്. അപ്പോൾ നമുക്ക് ഒരാൾ ആ റിസ്ക് ഏറ്റെടുക്കുകയും മറ്റൊരാൾ അതിൽ നിന്ന് എസ്കേപ്പിങ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ട്രാൻസ്ഫർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട് മെത്തേഡാണ് റിസ്ക് ട്രാൻസ്ഫറിൽ വരുന്നത്. ഒന്ന് ഇൻഷുറൻസും ആൻഡ് ഹെഡ്ജിങ്ങും. അതിൽ ഹെഡ്ജിങ്ങിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. ഒന്ന് ഇൻഷുർ ചെയ്തിട്ട് നമ്മളുടെ എന്താ പറയുക ഉത്തരവാദിത്തം അല്ലെങ്കിൽ നമ്മളുടെ ബാധ്യത നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന ഇൻഷുറൻസ് കമ്പനിക്ക്. പിന്നെ രണ്ടാമത് വരുന്നതാണ് ഹെഡ്ജിങ്. ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ പല ഡെറിവേറ്റീവ്സ് എക്യുപ്മെൻറ്റ്സ് കൊണ്ട് അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സ് ടൂൾ കൊണ്ട്, അതിൻ്റെ ടൂൾസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, റിസ്ക് ഒഴിവാക്കുക. അപ്പോൾ ഇങ്ങനെ ആ റിസ്ക്കുകൾ നമ്മൾ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. അതാണ് തേർഡ് സ്റ്റെപ്പ് പറയുന്നത്. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് പറയുന്നു റിസ്ക് ഫിനാൻസ്.
എന്താണ് റിസ്ക് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ? ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാൻ, റിസ്ക് മാനേജ്മെൻറ്റ് മീറ്റ് ചെയ്യാൻ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതാണ് റിസ്ക് ഫിനാൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ എത്രത്തോളം പ്യൂർ റിസ്ക് നമുക്ക് വരാം, അതുപോലെ തന്നെ അത് എങ്ങനെയൊക്കെ നമുക്ക് ഇൻഷുറർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, അത്തരത്തിലുള്ള എത്ര ക്യാഷ് വരും എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഫിനാൻഷ്യലി എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് റിസ്ക് ഫിനാൻസിൽ ഉദ്ദേശിക്കുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? മിനിമൈസിങ് റിസ്ക്. ദ മിനിമൈസിങ് ഓഫ് റിസ്ക് ഇസ് നോൺ ആസ് ഹെഡ്ജിങ്. അവിടേക്കാണ് നമ്മൾ എത്തിപ്പോയിരുന്നത്. ഓക്കെ, റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ റിസ്ക് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ദ പ്രോസസ് ഓഫ് മിനിമൈസിങ് റിസ്ക് ഈസ് നോൺ ആസ് ഹെഡ്ജിങ്. അതായത് റിസ്ക് മിനിമൈസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ഹെഡ്ജിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെക്കുറിച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഹെഡ്ജിങ് എന്താ, ഡെറിവേറ്റീവ്സ് എന്താണെന്നൊക്കെ. അപ്പോൾ ഇത്രയാണ് പ്രോസസ് ഓഫ് റിസ്ക് മാനേജ്മെൻറ്റിൽ വരുന്നത്. 1 റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്യുക, 2 റിസ്ക് മെഷർമെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ, 3 റിസ്ക് കൺട്രോൾ, 4 റിസ്ക് ഫിനാൻസ്. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ നോട്ട്സ് ഞാൻ വാട്സപ്പിൽ ഇടാം, ക്ലിയർ അല്ലെങ്കിൽ അങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ.